നമുക്ക് ഇന്നൊരു കവിത പരിചയപ്പെട്ടാലോ? അപ്പച്ച, നമ്മൾ ഏത് കവിതയെന്ന് എടുക്കുന്നത്? ഒരു കാര്യം ചെയ്യാം, വൈലോപ്പിള്ളിയുടെ ഏതെങ്കിലും ഒരു കവിത പാടാം. ഓക്കെ. വൈലോപ്പിള്ളിയുടെ കവിതയ്ക്ക് ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പ്രധാനമായിട്ടും പറയാറ് ആറ്റിക്കുറുക്കിയ കവിത എന്നാണ്. പല നാടൻ കാഴ്ചകൾ അതിമനോഹരമായി വർണ്ണിക്കുന്നതിൽ വൈലോപ്പിള്ളി അതിവിദഗ്ധനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാക്ക എന്ന കവിതയ്ക്കും അതിൻ്റേതായ ലാളിത്യവും നാടൻ തനിമയും ഒക്കെയാണ്. നമുക്കൊന്ന് പക്ഷേ കാക്ക എന്ന കവിത വായിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ശരി, ഞാൻ കാക്കനെ പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടേക്കുന്നത്. അത് കൊള്ളാലോ. കൂരിരുട്ടിൻ്റെ കിടത്തി എന്നാൽ സൂര്യപ്രകാശത്തിനൊറ്റ തോഴി, ചീത്തകൾ കൊത്തി വലിക്കിലും ഏറ്റവും വൃത്തി വെടിപ്പെടുന്നോൾ, കാക്ക നീ ഞങ്ങളെ സ്നേഹിക്കിലും കാക്കണം സ്വാതന്ത്ര്യമെന്നറിയുമ്പോൾ. അപ്പോൾ ഇവിടെ കാക്കയെ കുറിച്ചാണ് വൈലോപ്പിള്ളി വർണ്ണിക്കുന്നത്. ആദ്യം കാക്കയുടെ നിറത്തെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്. ഇരുട്ടിൻ്റെ കിടാത്തി എന്ന് പറഞ്ഞാൽ ഇരുട്ടിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ മുറിച്ചെടുത്ത പോലെയാണ് കാക്കയുടെ നിറം എന്ന് പറയുന്നത്. അതിനുശേഷം എന്താ പറയുന്നത്? സൂര്യപ്രകാശത്തിനൊത്ത തോഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാക്ക നേരം വെളുക്കുമ്പോൾ തന്നെ വരും, അതുപോലെ തന്നെ സൂര്യാസ്തമിക്കുമ്പോഴത്തേക്കും കൂട്ടിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ കാക്കേൻ്റെ തോഴി ആരാണ്? സൂര്യപ്രകാശത്താണ് കാക്ക എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അവരെപ്പോഴും ഫ്രണ്ട്സിനെ പോലെയാണ് നടക്കുന്നത്. ഇനി അടുത്തത് പറയുന്നത് ചീത്ത സാധനങ്ങൾ, മണ്ണും വേസ്റ്റും അതുപോലെ തന്നെ വേംസ്, പുഴുക്കളെയൊക്കെയാണ് കാക്കകൾ കൊക്കൊണ്ട് കൊത്തിപ്പറക്കുന്നതെങ്കിൽ പോലും കാക്കകൾ എന്താണ്? ഭയങ്കര വൃത്തിയുള്ള ജീവികളാണ്. ഈ കുളിക്കുന്ന കിളികളിലെ തന്നെ ഒരു കിളിയാണ് കാക്ക എന്ന് പറയുന്നത്. തൻ്റെ ശരീരം എപ്പോഴും ഇനിക്കി വൃത്തിയാക്കിക്കൊണ്ടിരിക്കും. അതുപോലെ കൊക്കുകളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ കൊക്ക് എപ്പോഴും മരത്തിലൊക്കെ ഉരച്ച് ഭയങ്കര വൃത്തിയായി സൂക്ഷിക്കുന്ന ഒരു ജീവിയാണ് കാക്ക. പുലരിയുണർന്നെണീറ്റു ചെന്നു കിഴക്കുതി പൊട്ടിടുമ്പോൾ, കാളുന്ന വാനത്തു നാളികേര കൂളൊന്നു വാടിക്കിടന്നിടുമ്പോൾ, മുത്തൊക്കു മത്താഴ വറ്റുവാനിൻ മുറ്റത്തു ചിന്നി അടിഞ്ഞിടുമ്പോൾ, കേൾക്കാം പുളി മരക്കൊമ്പിൽ നിന്നും കാക്ക കരഞ്ഞിടും താരനാദം. കേൾക്കാം പുളി മരക്കൊമ്പിൽ നിന്നും കാക്ക കരഞ്ഞിടും താരനാദം. ഇനി കവി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളുടെ പ്രകൃതിയെയും നമ്മളുടെ വീട്ടുമുറ്റത്ത് നടക്കുന്ന കാര്യങ്ങളെയും ഭയങ്കര എന്താ പറയുക കമ്പയർ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് പുലരിയിൽ പുലരി ഉദിക്കുക എന്ന് പറഞ്ഞാൽ സൂര്യൻ കിഴക്ക് ഉദിക്കുമ്പോൾ തീ പൂട്ടുന്നത് പോലെയല്ലേ നമുക്ക് തോന്നുക. അപ്പം അതേപോലെ ഒരു വീട്ടിൽ ഒരു വീട്ടമ്മ രാവിലെ എണീറ്റ് തീ പൂട്ടുന്നതിനായിട്ടാണ് അത് കമ്പയർ ചെയ്യുന്നത്. സൂര്യൻ ഉദിക്കുന്നത്. ഉദിച്ചു വരുന്ന സമയത്ത് ചന്ദ്രൻ അവിടെ അസ്തമിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ വാടിക്കിടക്കുന്ന ഒരു നാളികേര പൂള് പോലെയാണ് ചന്ദ്രൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ കവി കമ്പയർ ചെയ്യുന്നത്, നമ്മൾ ഈ വീട്ടിൻ്റെ മുറ്റത്ത് വറ്റുകൾ കിടക്കുമല്ലോ, നമ്മൾ പാത്രം കഴുകി കഴിഞ്ഞിട്ട് ബാക്കി കഴുകുന്ന സമയത്ത് വറ്റുകൾ ഇങ്ങനെ എറിഞ്ഞു കളയുമല്ലോ, ആ വറ്റുകൾ കിടക്കുന്നത് പോലെയാണ് സ്റ്റാർ ഡസ്റ്റ് ആകാശത്തുള്ളതെന്നാണ് കവി പറയുന്നത്. ഇതിലെനിക്ക് എതിർപ്പുള്ളൊരു മിസോജനി സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പുലരി ഉദിക്കുന്നത് എന്ന് കമ്പയർ ചെയ്യുന്നത് വീട്ടിലെ സ്ത്രീ രാവിലെ എണീറ്റ് തീ പൂട്ടുന്നത് പോലെയാണ് എന്നായിരിക്കും പുള്ളിക്കാരൻ എഴുതാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അങ്ങനെ അതൊരു മിസോജനി ആക്കണം എന്നില്ല. കാരണം സ്ത്രീക്കോ പുരുഷനോ ആർക്ക് വേണമെങ്കിലും രാവിലെ എണീറ്റ് തീ പൂട്ടാം. അതുകൊണ്ട് തീ പൂട്ടുന്നത് ലിംഗവ്യത്യാസമില്ലാതെ ആരെങ്കിലും ആയിരിക്കാം. കവി ഇവിടെ പറയുന്നില്ല. അപ്പം നമ്മൾ പ്രത്യേകം എടുത്ത് പറയണം, സ്ത്രീ എന്ന ഒരു കൺസെപ്റ്റ് നമ്മുടെ മൈൻഡിൽ പാടില്ല. പുരുഷനോ സ്ത്രീയോ ആരും തീ പൂട്ടുന്നത് പോലെ. അങ്ങനെ പ്രകൃതിയെയും ഒരു വീട്ടുമുറ്റത്തെയും സമീകരിച്ചുകൊണ്ട് കവി ഇവിടെ തുടങ്ങുകയാണ്. ആ സമയത്ത് പുളിമരക്കൊമ്പിൽ നിന്ന് കാക്കയുടെ നാദം കേൾക്കാം. അതിനെ പോലും താരനാദം എന്നാണ് പറയുന്നത്. മനസ്സിലായി? ആരാണുറങ്ങുന്നതേൽക്കുകെന്നായി കാരവണത്തിതന്നുക്തി പോലെ. നമ്മുടെ വീട്ടിലെ കാരണവ്യക്തികളൊക്കെ ആരെങ്കിലും നേരം വൈകി കുട്ടികൾ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ, നേരം ഉണരാൻ വൈകുന്നുണ്ടെങ്കിൽ ആരാണുറങ്ങുന്നതേൽക്കുകെന്നായി
കാരവണറ്റിതന്നുക്തി പോലെ പാടിക്കളിക്കട്ടെ നാലുകെട്ടിൽ മാടത്ത തത്ത കുയിൽ പിറാക്കൾ ഉൾപ്രിയമെങ്കിലും ഗേഹലക്ഷ്മിക്കെപ്പോഴും കാക്കയോടെന്നു ന്യായം. എന്നുവെച്ചാ നമ്മുടെ വീട്ടിൽ നമ്മൾ എന്തിനൊക്കെ വളർത്തും? മാടത്ത, തത്ത, കുയിൽ, പ്രാവ്, ഇതിനൊക്കെ നമ്മൾ വളർത്തും, സ്നേഹിക്കുകയൊക്കെ ചെയ്യും. എന്നിരുന്നാൽ പോലും കവി ഒരു പരമാർത്ഥം കണ്ടെത്തുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഗൃഹലക്ഷ്മി അല്ലെങ്കിൽ ഒരു വീട്ടമ്മയ്ക്ക് ഏറ്റവും ഉൾപ്രിയം ഇപ്പോഴും കാക്കയോടെ തന്നെയാണ് കവിയുടെ പറയുന്നത്. ഉള്ളിലടുപ്പത്തു മൺകലത്തിൽ നല്ലരി വെള്ളിയായി തുള്ളിടുമ്പോൾ മേലെ മധുര കിഴങ്ങുവള്ളി പോലെ പുക പടർന്നേറിടുമ്പോൾ അങ്ങാശു കോലായിലമ്മ ചോറിൻ ചങ്ങാതിമാരെ ചമച്ചിടുമ്പോൾ ആഞ്ഞൂതിമക്കും ഒരുണ്ണി മണ്ണിൽ ഞാഞ്ഞൂളുമായി പടവെട്ടിടുമ്പോൾ ചോടുകൾ വെച്ചു ചരിച്ചു നോക്കി ചൂടെഴും പൂടാ ചൊറിഞ്ഞു വീഴ്ത്തി നീട്ടി വിളംബരം ചെയ്യുകാക്ക നാട്ടിൻ പുറത്തെ കുടുംബ സൗഖ്യം. നീട്ടി വിളംബരം ചെയ്യുകാക്ക നാട്ടിൻ പുറത്തെ കുടുംബ സൗഖ്യം. ആക്ച്വലി ഇതൊരു വീട്ടിനകത്ത് നടക്കുന്ന സംഭവമാണ് വർണ്ണിക്കുന്നത് അല്ലേ? അമ്മ കഞ്ഞി വെക്കുന്നു. ആ കഞ്ഞി വെക്കുന്ന സമയത്ത് പുകപടലങ്ങൾ ഒരു മധുരക്കിഴങ്ങ് വള്ളികൾ പോലെയാണ് പുകപടലങ്ങൾ മുകളിലോട്ട് ഉയർന്നു പോകുന്നത്. അപ്പൊ അമ്മ അടുക്കളയില് ചോറിന് ചങ്ങാതിമാരായ കൂട്ടാനുകൾ കറികളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ എന്താ ചെയ്യുന്നത്? മുറ്റത്ത് ഞാനൂലിനെയും എന്താ പറയാ മണ്ണിലൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ചൂടുകൾ വെച്ചു ചരിച്ചു നോക്കി ചൂടെഴും കൂടാ ചൊറിഞ്ഞു വീഴ്ത്തി നീട്ടി വിളംബരം ചെയ്യുക നാട്ടിൻ പുറത്തെ കുടുംബ സൗഖ്യം. കാക്കയുടെ നോട്ടത്തിന് നമ്മളിങ്ങനെ ഒരു കള്ളനോട്ടം, ഒരു ചെരിഞ്ഞ നോട്ടമായിട്ടാണ്. അതിനാണ് കവി പറഞ്ഞത് ചൂടുകൾ വെച്ചു ചെരിച്ചു നോക്കി ചൂടെഴും പൂടാ ചൊറിഞ്ഞു വീഴ്ത്തി എന്ന് പറയുന്നതുകൊണ്ട്. ഓക്കെ, അപ്പൊ നമ്മളെപ്പോഴും കാക്ക നോട്ടത്തിന് എന്താ പറയാ, ഒരു ചെരിഞ്ഞ നോട്ടം അല്ലെങ്കിൽ ഒരു കള്ളനോട്ടം എന്നൊക്കെയല്ലേ ഒരു കാക്കേന്റെ നോട്ടത്തിന് പറയാം. അപ്പൊ കാക്ക ഇങ്ങനെ ചെരിഞ്ഞും തിരിഞ്ഞും ഒക്കെ കള്ളനോട്ടങ്ങളൊക്കെ നോക്കി ഓരോ കുടുംബ വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് നാട്ടിൻ പുറത്തെ വിശേഷങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു ചൊല്ലി അല്ലെ? എന്താ ഇതിന് കാരണം? ആ കാര്യം കൂടി പറയാൻ കാരണം എന്താ കാര്യം? നമ്മുടെ മുറ്റത്തെ വാഴക്കൈയിൽ വലുതായിട്ട് കാക്ക ഇങ്ങനെ കരയുമ്പോ നമ്മുടെ ബന്ധുക്കൾ ആരെങ്കിലും വരുന്നുണ്ടെന്നുള്ള വിരുന്ന് വിളിക്കുകയാണെന്നൊക്കെ നമുക്കൊരു വിശ്വാസമൊക്കെ ഉണ്ട്. അത് മാത്രമല്ല, ഇതൊക്കെ കൂടി പറയുമ്പോൾ ഈ കാക്ക ഈ വിളംബരം ചെയ്യുന്നത് നാട്ടിൻപുറത്തെ കുടുംബ സൗഖ്യമാണെന്ന് പറയാൻ കാരണം വീട്ടില് ആഹാരം ഉണ്ടെങ്കിലേ അതിന്റെ വേസ്റ്റ് ഒക്കെ താഴത്തുണ്ടാവുള്ളൂ. അതുണ്ടെങ്കിൽ ഈ കാക്കയ്ക്ക് ഭക്ഷണം കഴിക്കുള്ളൂ. ഇത് കഴിച്ചിട്ട് കാക്ക സംതൃപ്തിയോടെ വന്നിരുന്നത് കാന്ന് പറയുന്നത് അത് ഈ നാട്ടിൻപുറത്തെ കുടുംബ സൗഖ്യം വിളംബരം ചെയ്യുകയാണ് എന്നാണ് കവിയുടെ. ചേലുകൾ നോക്കുവോളല്ല നാന വേലകൾ ചെയ്യുവോളിക്കിടാത്തി. ഇങ്ങനെ ചേലൊന്നും നോക്കണ സ്വഭാവമൊന്നുമില്ല, ഏത് പണിയും ചെയ്യും. മനസ്സിലായി? ലോലമായി മോഹിതളുള്ള നീല കാലടിയെങ്ങു പതിഞ്ഞിടുന്നു. അലാലമായ 3 ഇതളാണ് കാക്കയുടെ കാലിൽ. ശരിയാ, 3 കാല് എനിക്ക് എവിടെ പതിഞ്ഞിടണോ അവിടേക്ക് എന്തായി വൃത്തിയർത്ഥം. അപ്പൊ എന്താ പറഞ്ഞ, ലോലമായി മോവിതകളുള്ള ലോലമായി മോവിതകളുള്ള നീല കാലടി എങ്ങു പതിഞ്ഞിടുന്നു. ആ നിലമൊക്കെയും ശുദ്ധിയേൽപ്പൂ ചാണക വെള്ളം തെളിച്ച പോലെ. പതിഞ്ഞിട്ടുള്ള സ്ഥലമൊക്കെ അത്രയും വൃത്തിയായിട്ട് സൂക്ഷിക്കും കാക്ക. പാഴിയിലഴുക്കുപെടുന്ന മുക്കിൽ ചാഴി പുഴുക്കൾ കിടന്ന ദിക്കിൽ വേലയ്ക്കു ചെന്നു മിനപ്പെടുത്തും നീലിപ്പുലക്കള്ളിയല്ലി കാക്ക. വീട്ടുപണിയൊക്കെ ചെയ്യുന്നത് ആരാണ്? ഏറ്റവും താഴെക്കിടയിലുള്ള സ്ത്രീകളാണല്ലോ ചെയ്യാം. അപ്പൊ ഇവിടെ കാക്കയെ കവി ഒരു നീലിപ്പുല
പുലയ സ്ത്രീയോടാണ് ഉപയോഗിക്കുക. വൃത്തിയാക്കുന്നു, മുറ്റടിച്ച് വാരുന്നു പോലെ അതിനോട് കമ്പയർ ചെയ്തിട്ട് കാക്ക മുറ്റൊക്കെ വൃത്തിയാക്കുന്നത് കൊണ്ട് ഒരു പുലയ സ്ത്രീയായിട്ട് കമ്പയർ ചെയ്യുവാണ് കാക്ക. പക്ഷെ എനിക്ക് ഇവിടെ ചെറിയ ഒരു വിയോജനക്കുറിപ്പുണ്ട് വൈലപ്പുലിയോട്. നീലിപ്പുലയോടൊക്കെ ഉപമിച്ചോട്ടെ, പക്ഷേ വേലയ്ക്കു ചെന്നു മിനപ്പെടുത്തും നീലിപ്പുല കള്ളി അല്ലി കാക്ക. എന്തിനാണ് നീലിപ്പുലയെ കള്ളി എന്ന് വിശേഷിപ്പിക്കുന്നത്? അതാണ് നമ്മൾ കുഞ്ഞുങ്ങൾ ഉണ്ടാവുമ്പോഴൊക്കെ അവരെ കള്ളച്ചക്ക, അമ്മയുടെ കള്ളച്ചക്കനാണോ ഇത് എന്നൊക്കെ ചോദിക്കില്ലേ? അവരുടെ ഉള്ളിൽ എന്തിനാ നീ ഒരു ഈ കുഞ്ഞിന്റെ ഉള്ളിൽ ഇതിലുണ്ടോ, വാഴക്കൊലയിലുണ്ട് അങ്ങനെ അരുമക്കിടങ്ങളിലൊന്നായ അതിനെയും അടിമപ്പുലക്കള്ളി ഓമനിച്ചു. അങ്ങനെയുണ്ടോ? സംശയം, ഒരു ഓർമ്മ. ശരി, എന്താണെന്ന് അറിയില്ല. ഇതൊരു പക്ഷേ ആ കാലഘട്ടത്തിലെ ഏതൊക്കെയോ മുതിർന്ന കവികൾ പ്രയോഗിച്ച ഒരു പ്രയോഗത്തിന്റെ തുടർച്ചയായിരിക്കാം ഇത്. അതൊരു തെറ്റായിട്ട് എന്താ പറയുക, നിങ്ങൾക്ക് ഇന്ന് പറയുന്ന പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അന്ന് ആരും നോക്കിയിരുന്നില്ല. അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു വാക്ക് കവി ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ടാവും. ാഭിരാമമാണാത്തിരക്കിൽ സ്നേഹാധികാരശകാരഘോഷം പച്ചമുരുക്കിന്റെ ചില്ലതോറും പത്മരാഗങ്ങൾ വിളഞ്ഞിടുമ്പോൾ പൂത്തടി പൂത്തേൻ കുടിച്ചു കാക്ക പൂത്തിരുവാതിര പെണ്ണുപോലി എന്നത് കവി. ഈ കാക്ക ഇതൊക്കെ ചെയ്യുമ്പോഴും കാക്കയുടെ മനസ്സിനകത്ത് ലോകാഭിരാമമാണ്, ലോകത്തിന് സന്തോഷം ഉണ്ടാകണം, നന്മ ഉണ്ടാകണം എന്നതുകൊണ്ടാണ് ഇതൊക്കെ. അതിൻ്റെയൊക്കെ സ്നേഹാധികാരം കൊണ്ടുള്ള ശകാരഘോഷങ്ങളാണ് കാക്ക മുഴക്കുന്നത്. പിന്നെ പച്ചമുറുക്കുമ്പോഴൊക്കെ മുറുക്കാൻ പൂവൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെയൊക്കെ തേൻ കുടിച്ചിട്ട് കൂത്തടിക്കുന്നുണ്ട് കാക്ക. ആരെപ്പോലെയാണ്? പൂത്തിരുവാതിര പെണ്ണിനെ പോലെ പോലെ തേൻ കുടിച്ച് കൂത്തടിക്കുന്നുണ്ട് കാക്ക. ആണിനെ കൊത്തി ചൊറിഞ്ഞിടുന്നുണ്ട്. പ്രണയമുണ്ട്. അതിൻ്റെ ആ പ്രണയത്തിൽ നിന്നുണ്ടാകുന്ന നാണമുണ്ട്. നാണമാർ മൂളിയിട്ടോടിടുന്നു. ചെലൽ പീലി വിശേറിയാലേ മച്ചിലെ ദീപമണച്ചിടുന്നു. ആ കാക്ക ചിറക് വിരിച്ച് എന്താണ് മച്ചിലെ ദീപം, വിളക്ക് കെട്ടുപോകുന്നുണ്ട്. ഇവിടെ എന്താണ് കവി ഉദ്ദേശിച്ചതെന്ന് എനിക്ക് തോന്നുന്നത്, ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, അന്ത്യമാകുമ്പോഴേക്കും കാക്കകൾ മുഴുവൻ ആകാശത്ത് കൂടെ ഇങ്ങനെ ചിറകിട്ടടിച്ച് പറന്നു പോകില്ലേ, ആ ചിറകടിയുടെ കാറ്റിൽ പെട്ടിട്ട് ആകാശദീപം ഒരു ഇതും കൂടി തോന്നുന്നുണ്ട്. അതാണ് കവിയോട് ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് കവിക്ക് പിന്നെ കാക്കയോടുള്ള കവിയുടെ പ്രണയമാണ് ഇവിടെ ഞാൻ എടുത്തു പറയാം. എന്തു കുഴഞ്ഞാട്ടം, എന്തു നോട്ടം, എന്തു പരീഭവം, എന്തൊരിഷ്ടം, വേലയ്ക്കു നിൽക്കും കറുത്ത പെണ്ണി, കേളിക്കു നിന്നെയാർ കേമിയാക്കി, കൂവലിയിലാരു മധു കലർത്തി. കാക്കയുടെ കരച്ചിലിന്റെ മധുരതരമാണെന്നാണ് കവി പറയുന്നത്. തൂവലിൽ ചാരു മണം വളർത്തി. തൂവലുകളിലൊക്കെ ചാരുവായ അതിമനോഹരമായ മണവും വളർത്തിയത് ആരാണ് എന്നാണ് കവി ചോദിക്കുന്നത്. താമസ പിണ്ടത്തിനുള്ളിലാരോ. താമസം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഇരുട്ട്. ആ ഇരുട്ടിന്റെ പിണ്ടം, ഇരുട്ടിന്റെ ഒരു കഷ്ണം, അതിന്റെ ഉള്ളിൽ ആരാണോ താമരപ്പൂ വിടർത്തി നിർത്തി, അതിമനോഹരമായ ഒരു താമരപ്പൂവിനെ ഇങ്ങനെ വിടർത്തി നിർത്തിയത് ആരാണാവോ? ആ പ്രകൃതിയെ കവി ഒരു പക്ഷേ സ്തുതിക്കുന്ന കൂടി ഉണ്ടായിരിക്കാം. അത്രയും നല്ലൊരു പക്ഷിയെ, മനുഷ്യന് ഉപകാരപ്രദമായ ഒരു പക്ഷിയെ തീർത്തതിൽ കവി സന്തോഷിക്കുന്നു. ആ പക്ഷിയെക്കുറിച്ചുള്ള ഒരു കവിത എഴുതിയതിൽ കവി വളരെ ആനന്ദം കൊള്ളുന്നു എന്ന് നമുക്ക് ഈ അവസാന വരികളിലൂടെ മനസ്സിലായി. എന്തു കുഴഞ്ഞാട്ടം, എന്തു നോട്ടം, എന്തു പരീഭവം, എന്തൊരിഷ്ടം എന്ന് പറയുന്നതിലൂടെ കവിക്ക് ആ കറുത്ത പക്ഷിയോടുള്ള സ്നേഹം, ഭൂമിയിലെ അധ്വാനിക്കുന്ന കറുത്ത മനുഷ്യരോടുള്ള തൻ്റെ പക്ഷപാതം വളരെ കൃത്യമായി വെളിപ്പെടുത്താനും കൂടി കവി ഈ കവിത ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കവിത വിവരിച്ചത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും ഞങ്ങൾ ഇത്തരത്തിലുള്ള കഥകളുമായിട്ട് വരാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റാർക്കെങ്കിലും ഈ കവിത കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് അയച്ചു കൊടുക്കാം. ഓക്കെ, താങ്ക് യു.